അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കണ പത്തിരി, ചപ്പാത്തി, നൂൽപുട്ട്, നെയ്ച്ചോറ് ഇതിനൊക്കെ പറ്റിയിട്ട് നല്ലൊരു ബീഫ് കുറുമയാണ് കേട്ടോ. അതും കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒരു കഷ്ണം പട്ട, 2 കറാമ്പൂവ്, ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ട് സവാള അരിഞ്ഞതും ഇട്ടെടുത്തിട്ട് നന്നായി ഇളക്കുക. കൂടെ 2 പച്ചമുളകും ഇട്ടെടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ ഒരു തക്കാളി, പുളി അധികം വേണ്ട കേട്ടോ, അപ്പോൾ ഒരു തക്കാളി മതി. ഇത് പഴുത്തുന്ന പച്ച തക്കാളിയാണ് ഏറ്റവും നല്ലത്. കൂടെ കുരുമുളക് പൊടി, ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ടെടുക്കുക. കൂടെ കരിവേപ്പ്, ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതധികം മസാല ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊന്നും ഉപയോഗിക്കണമെന്നില്ല, കുറുമായതുകൊണ്ട് തന്നെ. നമുക്കത് തേങ്ങാപ്പാൽ, 2-ാം പാൽ ഇട്ടോ, തേങ്ങ 2-ാം പാൽ ഒഴിച്ചെടുത്തിട്ട് വേവിക്കാനായിട്ട് കുക്കർ മൂടി വെക്കുക. നമുക്ക് കുക്കർ തുറന്ന് വെക്കുക. തുറന്ന് നോക്കുമ്പോൾ ഇറച്ചിയൊക്കെ നന്നായി വെന്തിന് കേട്ടോ. നമുക്കത് ഉരുളക്കിഴങ്ങ് കോരി മാറ്റി വെക്കാം. ഇത് ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ടല്ല ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒരു മിക്സിക്ക് 5-6 അണ്ടിപ്പരിപ്പ് കുതിർത്തത് ഇട്ടെടുത്ത് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ഇട്ട് തേങ്ങാപ്പാലിൽ നന്നായിട്ട് അരച്ച് എടുക്കാം. അരച്ച ഈ കൂട്ട് ഈ ബീഫിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കട്ടോ. നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക് ഇങ്ങനെ ചെയ്താൽ. തേങ്ങേൻ്റെ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയില ഇട്ടിട്ട് ഒന്ന് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മൾ കറി റെഡിയാണ് കേട്ടോ. ഇനി നമുക്കത് ഒന്ന് വറവിടണം. പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും, കറിവേപ്പില, 2 പച്ചമുളക്, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഈ കുറുമ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യണം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അതാണ് ടേസ്റ്റും തരിക. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം വാങ്ങി വെക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളെ ബീഫ് കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം, സപ്പോർട്ടും ചെയ്യണം കേട്ടോ.